Good morning, all. Good morning, ma'am. Good morning. First map English Good morning, ma'am. കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തത് നോക്കിയോ എല്ലാവരും എടുത്തത്? നോക്കിയോ? എന്താണ് ഒന്നുമില്ലേ? ആരും നോക്കിയില്ല? നോക്കി ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഫസ്റ്റ് മിസ് പറഞ്ഞു നിർത്തിയത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ആണ് അല്ലെ? ആ ഒരു ഗ്യാസ് സിലിണ്ടറിലുള്ള കണ്ടന്റ് അല്ലെ, ഏത് ഗ്യാസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക്. എന്താണ്? നമ്മുടെ ആ ഒരു ഗ്യാസുമായി സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിന്റെ സുരക്ഷ പരിശോധിക്കുക അല്ലെ, ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക്. അതിൽ പറയുന്നത് സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് അല്ലെ. എന്താണ്? സിലിണ്ടേഴ്സ് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിരിക്കണം അല്ലെ. ആണോ? ലീക്കേജ് ഒന്നും പാടില്ല അല്ലെ, ലീക്കേജ് പാടില്ല. പുറത്തൊക്കെ ഇടാൻ പാടുണ്ടോ? സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന് പുറത്തൊക്കെ വെക്കാൻ പാടുണ്ടോ? ഔട്ട് സൈഡില പാടുണ്ടോ? ഇല്ല അല്ലെ. എന്താണ്? സിലിണ്ടേഴ്സ് എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കണം അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഗ്യാസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരുന്നവര്, നമ്മുടെ വീടുകളിലൊക്കെ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരുന്നവര് സംഗലൊക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ ഇട്ട് വെക്കുന്നത് കണ്ടിട്ടില്ലേ? പൂട്ടിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? സുരക്ഷിതമായ കാര്യം എടുത്തുകൊണ്ട് പോവാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ സിലിണ്ടേഴ്സ് എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കണം. നെവർ ഓപ്പൺ ദ സിലിണ്ടേഴ്സ് valve if not the cylinder is linked to a regulator or to equipment. എന്താണ്? നമ്മുടെ സിലിണ്ടറിന്റെ വാൽവ് ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. എപ്പോഴും ആ സിലിണ്ടർ എന്തുമായി? ഒരു റെഗുലേറ്ററുമായിട്ടോ അതല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റുമായിട്ടോ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഗ്യാസും വന്ന് ആ ഒരു കണക്ഷൻ കൊടുത്തിട്ട് സ്റ്റൗവിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിലോ ഓപ്പൺ ചെയ്യാൻ പാടുണ്ടോ? റെഗുലേറ്റർ, സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എന്ത് പറ്റും? ഗ്യാസ് പുറത്തേക്ക് വരും അല്ലെ, ഔട്ട്സൈഡിലേക്ക് വന്നിട്ട് എന്ത് പറ്റും? എന്തെങ്കിലും സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഒരിക്കലും നമ്മുടെ സിലിണ്ടർ എന്തെങ്കിലും എക്യുപ്മെന്റുമായിട്ടോ അല്ലെങ്കിൽ റെഗുലേറ്ററുമായിട്ടോ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ സിലിണ്ടർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നാക്കഡ് ഫ്ലെയിം. എന്താണ്? നമ്മുടെ എലിക്ക് ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലെ, നമ്മുടെ നാക്കഡ് ആയി വെച്ച് കാണിട്ട് നമ്മൾ നോക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഗ്യാസിന്റെ സ്മെല്ലൊക്കെ വരും, നമ്മൾ ഗ്യാസ് ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് എന്താണ്? ലീക്കേജ് ഉണ്ടോന്ന് നോക്കണം അല്ലെ. നിങ്ങൾ നോക്കാറുണ്ടോ? അതെങ്ങനെയെങ്കിലും നോക്കാറുണ്ടോ? എന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ടോ? ആർക്കെങ്കിലും അറിയോ? സോപ്പ് കലക്കിയിട്ട് ആ റെഗുലേറ്ററിന്റെ ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്താണ്? കുമിളകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ്? ലീക്കേജ് ഉണ്ട് അല്ലെ. നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ? ലീക്കേജ് ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ലീക്കേജ് നമുക്ക് തോന്നുകയാണെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാക്കഡ് ഫ്ലെയിമിലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഒരു ഫ്ലെയിം വെച്ച് കാണിട്ട് ഒരിക്കലും ചെക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ഗ്യാസ് ലീക്കേജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ
തീപ്പെട്ടി ഉരച്ച് നോക്കാൻ പാടുണ്ടോ? ഗ്യാസ് ലീക്കേജ് ഉണ്ടോന്ന്? ഇല്ല അല്ലെ? കത്തുപിടിക്കും അല്ലേ? അപ്പൊ ഒരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഒരു നാക്കഡ് ഫ്ലെയിം വെച്ച് കാണിട്ട് നമ്മൾ നോക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഇങ്ങനെയുള്ള സോപ്പ് പൊടിയൊക്കെ കലക്കി അങ്ങനെയുള്ള സോപ്പ് ലായനിയൊക്കെ വെച്ച് കാണിട്ട് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ് അല്ലെ? നമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ വീട്ടിലെ റെഗുലേറ്റേഴ്സ് ഒക്കെ നമ്മ എങ്ങനെയാണ് തുറക്കുന്നത്? റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് വെച്ച് കാണിട്ട് അല്ലെ? അധികം ബലത്തിൽ നമ്മ അത് തുറക്കാറുണ്ടോ? ക്ലോസ് ചെയ്യാറും ഓപ്പൺ ചെയ്യാറുണ്ടോ? പൊട്ടിപ്പോവും അല്ലെ? ഒടിഞ്ഞു പോകും അല്ലെ? അപ്പൊ നമുക്ക് ആവശ്യത്തിന് ആ ഒരു പ്രഷർ ഫോഴ്സ് ഉപയോഗിച്ച് കാണ്ട് ബലം ഉപയോഗിച്ച് നമ്മ വാൽവുകള് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ഓപ്പൺ ബൈ ടേണിംഗ് ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ, വാൽവ് കീ anti-clockwise, close by turning the hand wheel or cylinder, valve key clockwise അല്ലെ? നമ്മ വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വേസിലും നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വേസിലാണ് അല്ലെ? നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് റെഗുലേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും അല്ലേ? ആണോ? അപ്പൊ എന്താണ് നമ്മുടെ റെഗുലേറ്ററിന്റെ സിലിണ്ടറിന്റെ വാൽവുകള് ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വേസിലും അത് ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വേസിലും ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം അല്ലെ? നമ്മ ആ ഒരു ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ആ ഒരു ഏരിയ എപ്പോഴും സുരക്ഷിതമായിരിക്കണം അല്ലെ? സേഫ് ആയിരിക്കണം. കൂടാതെ നല്ല വെന്റിലേഷൻ ഉള്ള ഏരിയാസ് ആയിരിക്കണം. കൂടാതെ എപ്പോഴും ക്ലീനും ആയിരിക്കണം, വൃത്തിയുള്ളതും ആയിരിക്കണം. ഓക്കെ ആണോ? സിമ്പിൾ ആണ് അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? The ground surface should be fairly level and firm, preferably concrete that allows for easy trolley access. നമുക്ക് ഈസി ആയിട്ട് ട്രോളികൾ നമ്മുടെ സിലിണ്ടേഴ്സ് ട്രോളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രൗണ്ട് സർഫസ് കോൺക്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ളതോ ആയിരിക്കണം. ഓക്കെ ആണോ? ഫെയർലി ലെവൽ എന്നാൽ നിരപ്പായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സിലിണ്ടേഴ്സ് ഒക്കെ നമ്മൾ സിലിണ്ടേഴ്സ് ട്രോളി ഉണ്ട്, അതിലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു ട്രോളി കൊണ്ടുപോകുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരപ്പായിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായിരിക്കണം ആ ഒരു സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ആ ഒരു ഏരിയയുടെ ഫ്ലോറ്. ഓക്കെ ആണോ? Okay. Miss, it should never be tested with a naked flame ആണ് കേട്ടോ. നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന തീ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? എനിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, പരിശോധിക്കാൻ പാടില്ല. ഓക്കെ അല്ലെ? മിസ് പറഞ്ഞത് മാറിപ്പോയി തോന്നുന്നു. ഓക്കെ, ഓക്കെ ആണോ? നമ്മൾ സിലിണ്ടേഴ്സ് എങ്ങനെയാണ് വെക്കുന്നത് വീട്ടിലൊക്കെ? സിലിണ്ടേഴ്സ് കിടത്തിടാറുണ്ടോ അല്ലെങ്കിൽ ചിരിച്ചു വെക്കാറുണ്ടോ? എങ്ങനെയാണ് വെക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടാണ് അല്ലെ? കുത്തനെയല്ലേ വെക്കുന്നത്? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം അല്ലെ സിലിണ്ടേഴ്സ് വെക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് അല്ലെ? സോറി, അതാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് അല്ലെ? നമ്മുടെ സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നതും യൂസും അതിന്റെ ഉപയോഗവും അല്ലെ? ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും അങ്ങനെ എങ്ങനെയായിരിക്കണം? കുത്തനെ ആയിരിക്കണം അല്ലെ വെക്കേണ്ടത്? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം വെക്കേണ്ടത്. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ടു ബി യൂസ്ഡ് അതർവൈസ്, മറ്റു വിധത്തിൽ ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഗ്യാസ് സിലിണ്ടേഴ്സ് വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം വെക്കേണ്ടത്. ചിലപ്പോ ഗ്യാസ് സിലിണ്ടേഴ്സ് ചിരിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുക. ഓക്കെ ആണോ? എന്താണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ കുത്തനെ വെക്കുക. ഗ്യാസ് സിലിണ്ടർ ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ദം ഫാളിംഗ് ഓവർ അല്ലെ? എന്താണ്?
നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. Cylinders be always safely regulated to prevent them falling over അല്ലെ. നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് വീഴാതിരിക്കാൻ പ്രത്യേകം നമ്മൾ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് cylinders must always be secured to a trolley when being shifted. നമ്മൾ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്? ട്രോളിയില് ആയിരിക്കണം സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത്. ഓക്കെ ആണോ? ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. നമ്മ ഷിഫ്റ്റ് ചെയ്യുന്ന ട്രോളികള് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ വെൻഡേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ വണ്ടിയിൽ നിന്ന് ചിലപ്പോ നമുക്ക് എന്താണ് മെയിൻ സോഴ്സസുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ഏരിയാസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സുരക്ഷിതമായി ട്രോളിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് make sure that the cylinders or gas is the right one for the intentional use അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു ഗ്യാസ് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. എന്താണ് നമുക്കിപ്പോ ഓക്സിജൻ ആണ് ആവശ്യമെങ്കിൽ നമ്മ എടുക്കുന്ന സിലിണ്ടറിൽ ഓക്സിജൻ തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണ്ടേ? അല്ലെങ്കിൽ നൈട്രജന്റെ സിലിണ്ടർ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? മാറിപ്പോയി കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മ ഉദ്ദേശിച്ച ആ ഒരു സിലിണ്ടർ ആ ഒരു ഗ്യാസ് തന്നെയാണോ ആ സിലിണ്ടറിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് sort out the obviously mark full and empty cylinders അല്ലെ. എന്താണ് നമുക്ക് കൃത്യമായി തരം തിരിച്ചു വെക്കണം. എന്തൊക്കെ? ഫുൾ സിലിണ്ടേഴ്സും എംപ്റ്റി സിലിണ്ടേഴ്സ് അല്ലെ. ചിലപ്പോ ഫുൾ ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാലി ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ടാവാം അല്ലെ. ഉപയോഗിച്ച് തീർന്ന സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടും വേർതിരിച്ച് കൃത്യമായി സൂക്ഷിക്കുക, തരം തിരിച്ചു വെച്ച് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് be dressed in appropriate personal protective equipment like safety shoes and safety spectacles അല്ലെ. എന്താണ് നമ്മ ആ ഒരു ഗ്യാസുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര് എന്തുപയോഗിച്ചിട്ടുണ്ടായിരിക്കണം? PPE അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഷൂസ്, സേഫ്റ്റി ഷൂസും പിന്നെ എന്താണ് സ്പെക്ടക്കിൾസ് അല്ലെ, കണ്ണടകളും ധരിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് never roll, drag or drop cylinders or allow them to strike each other അല്ലെ. നമുക്ക് എന്താണ് സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് പോകുക, വലിച്ചു കൊണ്ടുപോകാനൊക്കെ പാടുണ്ടോ? ഹോസ്പിറ്റലില് ഇല്ല. അപ്പൊ എന്താണ് സിലിണ്ടർ ഡ്രോൾ ചെയ്ത് ഉരുട്ടിക്കൊണ്ട് പോകാനോ വലിച്ചുകൊണ്ടോ പോകാനോ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോകാനോ പാടില്ല. കൂടാതെ എന്താണ് കൂട്ടിമുട്ടാനോ ഉരസാനോ പാടില്ല അല്ലെ. രണ്ടും കൂടിയും സിലിണ്ടേഴ്സ് തമ്മിൽ സ്ട്രൈക്ക് ചെയ്യാനോ കൂട്ടിമുട്ടാനൊക്കെ പാടുണ്ടോ? ഭയങ്കര സൗണ്ട് ആയിരിക്കും, ചിലപ്പോ അതിനെന്തെങ്കിലും ഡിഫക്റ്റുകൾ വരാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ് കൂട്ടിമുട്ടാനോ ഉരസാനോ പാടില്ല. കൂടാതെ ഒരിക്കലും നമ്മ എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് വലിച്ചു കൊണ്ടുപോകാനോ ഉരുട്ടിക്കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ടേൺ ഓഫ് ഓൾ വാൽവ്സ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ് അല്ലെ. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. വീട്ടില് ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ് ചെയ്തിട്ടാണോ പോയി കിടക്കുന്നത്? നമ്മ പിന്നെ ഉപയോഗിക്കുന്നില്ല അല്ലെ. പിന്നെ അത് ഉപയോഗിക്കുന്നില്ല, രാവിലെ ആയിരിക്കും അല്ലെ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? വാൽവ്സുകള് ടേൺ ഓഫ് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് when the cylinders is not in use, the valve protection cap shall be in place to protect the valve. എന്താണ് നമ്മൾ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ ആ ഒരു വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി വാൽവ് ക്യാപ്പുകൾ ഇടുക, ധരിപ്പിക്കുക. ഓക്കെ ആണോ? എന്താണ് സിലിണ്ടേഴ്സ് ഉപയോഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്താണ് വാൽവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാൽവ് ക്യാപ്പുകൾ ഇടുക. ഓക്കെ ആണോ? വാൽവ് ക്യാപ്പുകളൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലേ? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ. നമ്മുടെ ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ലിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയേ, when handling gas cylinders use a cylinder trolley. എന്താണ്? നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കാന്ന്? സിലിണ്ടേഴ്സ് ട്രോളി യൂസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് ആക്ട് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ. എന്താണ്? നമ്മൾ വാൽവുകൾ സിലിണ്ടേഴ്സ് ട്രാൻസ്പോർട്ടിങ് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അതിന്റെ മുകളിൽ അല്ലെ, ആ സിലിണ്ടേഴ്സിന്റെ വാൽവിന്റെ മുകളിൽ കവേഴ്സ് ധരിപ്പിക്കുക. പിന്നെന്താണ്? ആക്ട് പ്രൊട്ടക്റ്റീവ് വാൽവ്. എന്താണ്? വാൽവുകൾ നമ്മൾ സംരക്ഷിക്കുക അല്ലെ. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ വീട്ടില് ഗ്യാസ് സിലിണ്ടേഴ്സ് കൊണ്ടുവരാറില്ലേ? നിറകുറ്റികൾ കൊണ്ടുവരാറുണ്ട് അല്ലെ? അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സിലിണ്ടറിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കും, അതിന്റെ അടിയിൽ എന്തുണ്ടായിരിക്കും? മൂടി ഉണ്ടായിരിക്കോ? ക്യാപ്പ് ഉണ്ടായിരിക്കോ? ക്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? സിലിണ്ടേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് ആ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വാൽവ് ക്യാപ്പുകൾ ധരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്പ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദി ക്യാപ്പ് അല്ലെ. എന്താണ്? ഷിഫ്റ്റ് നമ്മുടെ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാൽവ് ക്യാപ്പുകൾ ഇടുക. കൂടാതെ എന്താണ്? നമുക്ക് ആ ക്യാപ്പുകളിൽ പിടിച്ചു പൊക്കാൻ പാടുണ്ടോ? സിലിണ്ടേഴ്സ് നമ്മൾ അങ്ങനെയാണോ എടുത്തുകൊണ്ടെന്ന് വെക്കുന്നത്? ആ ക്യാപ്പിൽ പിടിച്ചാണോ എടുത്തുകൊണ്ടെന്ന് വെക്കുന്നത് അകത്തേക്കൊക്കെ? ആണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ്? നമ്മ അതിന് ചുറ്റുള്ള ആ റൗണ്ടില് പിടിച്ചിട്ടാണ് അല്ലെ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ റൗണ്ടില് രണ്ട് സൈഡിലും പിടിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുക അല്ലെ. വാൽവ് ക്യാപ്പിൽ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് do not shift with the regulator attached അല്ലെ. നമ്മുടെ വീട്ടിലെ നമ്മൾ റെഗുലേറ്റർ ഘടിപ്പിച്ചുകൊണ്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ മൂവ് ചെയ്യിക്കാറുണ്ടോ? മാറ്റി വെക്കാറുണ്ടോ? റെഗുലേറ്റർ ഊരി വെച്ചിട്ടായിരിക്കും അല്ലെ. റെഗുലേറ്റർ ആദ്യം ഓഫ് ചെയ്യും, എന്നിട്ട് അതിലുള്ള ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം റെഗുലേറ്റർ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടല്ലേ നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് നീക്കി വെക്കുന്നത്. റെഗുലേറ്ററെ പാടെ നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? മാറ്റി വെക്കാറുണ്ടോ? മനസ്സിലായില്ല? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? നമ്മ റെഗുലേറ്റർ ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സിലിണ്ടേഴ്സുമേ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാൻ പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സിലിണ്ടേഴ്സ് മസ്റ്റ് ഫാസ്റ്റൻ സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ സ്റ്റോറേജ് അല്ലെ. എന്താണ്? സിലിണ്ടറുകള് കുത്തനെയുള്ള സംഭരണികള് അപ്രൈറ്റ് പൊസിഷൻ, അതായത് കുത്തനെയുള്ള നേരെയുള്ള സംഭരണികളിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കണം അല്ലെ. ചെരിച്ചിട്ടിടാൻ പാടുണ്ടോ സിലിണ്ടേഴ്സ്? ഇല്ല അല്ലെ. നേരെ തന്നെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കണം അല്ലെ, കുത്തനെയായിട്ടായിരിക്കണം അല്ലെ വെക്കേണ്ടത്. അപ്പൊ സിലിണ്ടേഴ്സ് ഫാസ്റ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ കുത്തനെയുള്ള പൊസിഷനുകളിൽ സ്റ്റോറേജ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. Purchase only required quantities of gas to cover short term needs അല്ലെ.
നമ്മ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരുപാട് കാലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുണ്ടോ? ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടാതെ ഒരെണ്ണം കൂടി ചിലപ്പോ എക്സ്ട്രാ ഉണ്ടാവും അല്ലെ? ഗ്യാസ് നിറം കുറ്റികള് ആണോ? നമ്മ 3-4 എണ്ണൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് നമുക്ക് ഒരുപാട് നാളത്തേക്ക് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. എങ്ങനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ടേജ് നീഡ്സുകൾ അല്ലെ? കുറച്ച് നാളത്തേക്ക് മാത്രം ആവശ്യമായി വരുന്ന ഗ്യാസുകൾ മാത്രം പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് properly secure the cylinders at all times, straps, belt or chains. അല്ലെ? നമുക്കറിയാം ഗ്യാസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഗ്യാസ് സിലിണ്ടറോ 2 ഗ്യാസ് സിലിണ്ടറോ ആയിരിക്കും ഉണ്ടാകുന്നത്. അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആയിരിക്കോ? അല്ല അല്ലെ? കുറച്ചുണ്ടാവും അല്ലെ? കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിട്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അത് സുരക്ഷിതമാക്കി വെക്കണ്ടേ? അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ മോഷണം പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ് സുരക്ഷിതമായി സ്ട്രാപ്പുകളോ ബെൽറ്റുകളോ അല്ലെങ്കിൽ ചെയിൻസ് അല്ലെ ചങ്ങലകളൊക്കെ ഇട്ട് സുരക്ഷിതമായി കൂട്ടിവെക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് store gas cylinders in cool, dry, well-ventilated areas away from unsuitable materials and ignition sources. അല്ലെ? എന്താണ് നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത്? കൂൾ ആയിട്ടുള്ള ഏരിയാസിലായിരിക്കണം അല്ലെ? തണുപ്പുള്ള ഏരിയാസിലായിരിക്കണം. ചൂടുള്ള ഏരിയാസിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് വെന്റിലേഷൻ വേണം അല്ലെ? ഹീറ്റ് ഒരുപാട് ചൂടുള്ള ഏരിയാസിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? പറയേ ചൂട് തട്ടി ലീക്കേജ് വന്നിട്ടല്ലേ? അപ്പൊ അത് എന്ത് ചെയ്യുക? അതുകൊണ്ട് കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള അല്ലെ ഉണങ്ങിയ നല്ല വെന്റിലേഷൻ ഉള്ള അല്ലെ എയറൊക്കെ കടത്തുന്ന ഏരിയാസിൽ സൂക്ഷിക്കുക. കൂടാതെ away from unsuitable materials and ignition sources അല്ലെ ജ്വലനത്തിന് സഹായിക്കുന്ന സ്ഥലങ്ങളില് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കത്താൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കാൻ പാടുണ്ടോ? സ്പിരിറ്റ് അതർ കെമിക്കൽസ് ഒക്കെ ഉള്ള ഏരിയാസിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് away from unsuitable materials അല്ലെ? നമുക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് കത്താൻ സഹായിക്കുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയയിലോ അല്ലെങ്കിൽ ജ്വലനത്തിന് സഹായിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയാസിൽ നിന്ന് മാറി നമ്മൾ എന്ത് സൂക്ഷിക്കണം? ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from sources of ignition, other flammable materials or oxygen cylinder. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സ്റ്റോർഡ് away from അല്ലെ? എന്താണ് നമ്മുടെ ഇഗ്നിഷൻ ജ്വലനത്തിന് സഹായിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് അതർ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അല്ലെ മറ്റ് കത്തുന്നതിന് സഹായിക്കുന്ന മെറ്റീരിയൽസിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടേഴ്സിൽ നിന്നൊക്കെ ദൂരെ അതിൽ നിന്ന് മാറി വേണം നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കാൻ സ്റ്റോർ ചെയ്യുന്നതിന്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വെൻ നോട്ട് ഇൻ യൂസ് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നില്ല. സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് എങ്ങനെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം? ഗ്യാസ് സിലിണ്ടേഴ്സ് സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റിസ്ട്രെയിൻഡ് അല്ലെ? എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് സുരക്ഷിതമായി സൂക്ഷിക്കുകയും കൂടാതെ ആ ഒരു ഏരിയാസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യുക. ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഓക്കെ ആണോ? നെക്സ്റ്റ് സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ് അല്ലെ? എന്താണ് നമ്മുടെ റെഗുലേറ്റേഴ്സിന്റെ സേഫ് യൂസ് അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മുടെ റെഗുലേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഗ്യാസില് റെഗുലേറ്റേഴ്സ് നമ്മൾ ഗ്യാസ് സിലിണ്ടറും റെഗുലേറ്റേഴ്സ് ഘടിപ്പിച്ചിട്ടില്ലേ?
അങ്ങനെ വിടില്ലേ? കൺട്രോൾ, പ്രഷർ വേരിയേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. കൂടാതെ നമുക്ക് ഓൺ ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടോ? ആ റെഗുലേറ്റർ വെച്ചിട്ടല്ലേ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ ഓൺ ഓഫ് ആക്കുന്നത്. അപ്പൊ എന്താണ്? പ്രഷർ കൺട്രോൾ ചെയ്യാൻ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് അല്ലെ. ഒരു റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അല്ലേ, ഒരു ഉപകരണമല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ റെഗുലേറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, റെഗുലേറ്ററിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് accepts gas at a high pressure and lessens it to a much lower working pressure. എന്താണ്? നമ്മുടെ ഗ്യാസ് ഹൈ പ്രഷറിൽ നിന്ന് നമുക്ക് അതിന്റെ എന്താണ് ആ ഒരു ഗ്യാസിന്റെ പ്രഷറിനെ ലോവർ ലെവലിലേക്ക് നമുക്ക് ഈ ഒരു റെഗുലേറ്റർ ഉപയോഗിച്ച് കുറയ്ക്കാനായി സാധിക്കുന്നു. ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഗ്യാസിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ, അടയാളപ്പെടുത്താം. എന്താണ്? റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. ആ ഒരു റെഗുലേറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസിന്റെ ആ ഒരു പ്രഷർ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ആക്കി കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ തന്നെ ആൻസർ. നെക്സ്റ്റ് പറയുന്നത് റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. ബി ഷുവർ to use the proper regulator for the gas tank in the cylinders. അല്ലെ, എന്താണ് നമ്മുടെ ആ ഒരു ഗ്യാസ് റെഗുലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് നമ്മൾ ഉറപ്പുവരുത്തണമെന്ന്? ആ ഒരു ഗ്യാസ് ടാങ്കിന് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. റെഗുലേറ്റർ നമ്മൾ റെഗുലേറ്റർ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ലൂസ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണെങ്കിൽ അത് അതിന് അനുയോജ്യമായിട്ടുള്ളതാണോ? ലൂസ് ആയിട്ടുള്ളതാണെങ്കിൽ എന്ത് പറ്റാം? ഗ്യാസ് ലീക്കേജ് സംഭവിക്കാം അല്ലേ. ഗ്യാസിന് ലീക്കേജ് സംഭവിക്കാം. ചിലപ്പോ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളില് ഈ ഗ്യാസ് നിന്നിട്ട് അല്ലെ പ്രഷർ കൂടിയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടോ? ടൈറ്റ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളില് ഉണ്ടോ? പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലേറ്റേഴ്സ് ആ ഒരു ഗ്യാസ് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടാങ്കിനോട് ഘടിപ്പിക്കുന്ന സന്ദർഭങ്ങളില് അതിന് അനുയോജ്യമായിട്ടുള്ളതാണോ, അതിന് സൂട്ടബിൾ ആയിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബിഫോർ അറ്റാച്ചിങ് റെഗുലേറ്റേഴ്സ് ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ അല്ലെ. എന്താണ്? നമ്മൾ ആ ഒരു റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നത് ആ സിലിണ്ടറുമായി ഘടിപ്പിക്കുന്നതിന് മുമ്പ് എപ്പോഴും റെഗുലേറ്റർ എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം അല്ലെ, ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്യണം. കൂടാതെ ഇഫ് ദ കണക്ഷൻ do not fit together readily, the wrong regulator is being used അല്ലെ. നമ്മ ആ ഒരു റെഗുലേറ്റർ ഘടിപ്പിക്കുന്ന സമയത്ത് അത് അതിന് മാച്ച് ആകുന്നില്ല, സൂട്ട് ആകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ റോങ് ആണ് അല്ലെ, തെറ്റായിട്ടുള്ള റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഇഫ് ദ കണക്ഷൻ ഡു നോട്ട് ഫിറ്റ്, നമ്മൾ റെഗുലേറ്ററും ആ ഒരു ഗ്യാസ് സിലിണ്ടറുമായി ഘടിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അത് റെഡി ആവുന്നില്ല, അത് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ തെറ്റായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, close the cylinder and release all pressure from the regulator before a regulator is removed from a cylinder. അല്ലെ, നമ്മൾ അങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നത് അല്ലെ. നമ്മൾ സിലിണ്ടർ ഒക്കെ മാറ്റി വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്യല്ലേ? ആണോ? പറയേ. ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റെഗുലേറ്ററിൽ കൂടെ എന്താണ്? ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു പ്രഷർ പോവാനായിട്ട് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യോ? ഓഫ് ചെയ്ത് അപ്പൊ തന്നെ ഓടി എടുക്കാറുണ്ടോ? അതിന് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത് കേട്ടോ,
ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത്. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിന് ആ ഒരു പ്രഷർ പോകുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, റെഗുലേറ്റർ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് regulators shall be removed from the cylinder during transport. അല്ലെ, നമ്മ ഗതാഗത സമയത്ത്, അതായത് നമ്മ ആ സിലിണ്ടേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മ എന്ത് ചെയ്യണം, റെഗുലേറ്റേഴ്സ് ആ ഒരു സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നമ്മ റെഗുലേറ്ററി പാടെ സിലിണ്ടേഴ്സ് റിമൂവ് കൊണ്ടുപോകാറുണ്ടോ? എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? റെഗുലേറ്റർ മാറ്റി എന്ത് ചെയ്യും, നമ്മ ആ ഗ്യാസ് സിലിണ്ടറിന്റെ ക്യാപ്പ് ഇട്ടിട്ടാണ് അല്ലെ കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, സിലിണ്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുപോകുന്ന സമയത്ത് നമ്മ എന്ത് ചെയ്യാം, സിലിണ്ടേഴ്സുമായി നിന്ന് റെഗുലേറ്റർ നീക്കം ചെയ്തതിന് ശേഷം കൊണ്ടുപോവുക. ഓക്കെ അല്ലേ ആ ഒരു സെക്ഷൻ? നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് പോയിന്റ് പറയണോ? സെക്കൻഡ് പോയിന്റ് റെഗുലേറ്റർ ആർ ഗ്യാസ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കുന്നത്, ഗസ് എന്നാണോ കിടക്കുന്നത്? ഗ്യാസ് എന്നാണോ? GAS അല്ലേ? ഗസ് എന്നാണോ? ഗ്യാസ് എന്നാക്കാം കേട്ടോ. അതേപോലെ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ പ്രഷർ എന്നാണ്, പ്രസിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്, പ്രസിൻ എന്നാണോ പ്രഷർ എന്നാണോ? മിസ് വായിച്ചപ്പോ കറക്റ്റ് ചെയ്ത് വായിച്ചു പോയി. പ്രഷർ എന്നാണോ? കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഗ്യാസ് എന്നാക്കാം കേട്ടോ, ഗ്യാസ് എന്നാക്കേ. അപ്പൊ എന്താണ്, നമ്മ ആ ഒരു റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു പ്രോപ്പർ ഗ്യാസ് ടാങ്കിനോട് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റെഗുലേറ്റർ ആ സിലിണ്ടറിന് അനുയോജ്യമായിട്ടുള്ളതാണോ, ആ സിലിണ്ടറിന്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? ആരോ ചോദിച്ചേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് നമ്മ പറഞ്ഞു അല്ലെ, ആ ഒരു ഗ്യാസ് സിലിണ്ടേഴ്സുമായി കൈകാര്യം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, PPE കിറ്റുകൾ ധരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നോക്കിയേ, be dressed in proper personal protective equipment when discharging lab അല്ലെ, ഡിസ്ചാർജിങ് അല്ല പെർഫോമിംഗ് എന്നാണ് കേട്ടോ, പെർഫോമിംഗ് എന്നാണ്. എന്താണ്, നമ്മ ലാബിൽ, അതായത് ഗ്യാസുമായി ബന്ധപ്പെട്ട ആ ഒരു മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏരിയാസിലോ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ PPE കിറ്റുകൾ ധരിക്കുക. ഓപ്പറേഷൻ ടാസ്ക് ദാറ്റ് ഇൻവോൾവ് കംപ്രസ്ഡ് ഗ്യാസസ്. എന്താണ്, നമ്മ ആ ഒരു ഗ്യാസസ്, കംപ്രസ്ഡ് ഗ്യാസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ ചെയ്യുന്ന ആളുകള് ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ടുകൾ അല്ലെ, എന്താണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കുക. ലോങ് പാൻസ് കവേർഡ് ടു ഷൂസ് അല്ലെ, നമ്മുടെ കാലുകൾ മറിയുന്ന വിധത്തിലുള്ള പാന്റുകൾ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ PPE കിറ്റുകൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ PPE നമ്മുടെ കാല് കൂടി അല്ലെ, പാദം കൂടി മറിയുന്ന തരത്തിലുള്ള, അതും കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള പാൻസുകൾ ധരിക്കുക. സേഫ്റ്റി ഗ്ലാസസ് ധരിക്കുക, കൂടാതെ ഗ്ലൗസുകളും ധരിക്കുക. ഓക്കെ ആണോ? അതായത് ഫുള്ള് നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യുന്ന തരത്തിലുള്ള PPE കിറ്റുകളായിരിക്കണം ധരിക്കേണ്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. എന്താണ്, നമ്മുടെ ആ ഒരു മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസും സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് അല്ലെ, അവരുടെ ജോലികളും അവരുടെ ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആക്ട് അല്ലെ. സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഇൻ ദെയർ ചാർജ് റിസീവ് appropriate training specific to
the compressed gases they handling and use അല്ലെ. എന്താണ് നമ്മുടെ compressed gases ഉപയോഗിക്കുന്നവർ, അവരെ കൈകാര്യം ചെയ്യുന്നവര്, അത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് അല്ലെ ഉചിതമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അവര് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. നമുക്കറിയാം അല്ലെ, ഗ്യാസ് കംപ്രസ്ഡ് എയർ ഗ്യാസുകൾ ഉപയോഗിക്കുന്നതിന് കിട്ടിയിട്ടുണ്ടാവും, ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ. വാൽസുകൾ ഉപയോഗിക്കുന്ന കാര്യത്തില്, റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തില് അല്ലെ ആണോ. അപ്പൊ ആ ഒരു ഗ്യാസുകള് ഹാൻഡിൽ ചെയ്യുന്നവർക്കും അത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് കംപ്രസ്ഡ് ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അവര് അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസ് ആർ യൂസ്ഡ് ഓൺലി for their intentional purpose and in accordance with the defined procedures and rules അല്ലെ. എന്താണ് അവര് കൂടാതെ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉറപ്പുവരുത്തണം. എന്താണ് നമ്മ ആ ഒരു ഗ്യാസസ് ഉപയോഗിക്കുന്നത് അതിന്റെ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് മാത്രം വേണ്ടിയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, റെസൂസിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയേ, നിങ്ങൾ പഠിച്ചതല്ലേ, ഇൻഹലേഷൻ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആണോ? അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി, ആർത്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് ആ ഒരു പ്രത്യേക ഏരിയ ഇൻസഫ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഗ്യാസുകളും അതിന് ഉചിതമായിട്ടുള്ള അതിന്റെ പ്രത്യേക ഉദ്ദേശത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? കൂടാതെ അത് ഉപയോഗിക്കുന്നത് ആ ഒരു പ്രൊസീജിയേഴ്സിന്റെയും റൂൾസിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നും ഉറപ്പുവരുത്തുക. ആ ഗ്യാസുകളുടെ നടപടിക്രമങ്ങൾക്കും നയങ്ങൾക്കും അനുസൃതമായിട്ടാണ് ഗ്യാസുകൾ ഉപയോഗിക്കുന്നതെന്നും നമ്മുടെ സൂപ്പർവൈസർ ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ വാക്വം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, ഡ്രെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആണോ? ആസ്പിരേഷൻ ചെയ്യാനും സക്ഷൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വലിച്ചെടുക്കാനാണ് അല്ലെ. ആ ഒരു വാക്വം നമുക്ക് ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുണ്ടോ? ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലില്ല അല്ലെ. അപ്പൊ ആ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ, എന്തിനൊക്കെ ആ ഒരു ഗ്യാസ് ഉപയോഗിക്കാമെന്നുള്ള ഒരു ഇതില്ലേ, ഉദ്ദേശില്ലേ, പർപ്പസ് ഉണ്ടല്ലോ. അതിനു വേണ്ടി മാത്രമാണോ നമ്മുടെ ഗ്യാസുകൾ ഉപയോഗിക്കുന്നതെന്ന് ആര് ഉറപ്പുവരുത്തുക? നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെ. നമ്മൾ MSDS പഠിച്ചു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം മിസ് MSDS എടുത്തു, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെ. മറന്നു നോക്കരുത് കേട്ടോ. അപ്പൊ make sure that safety data sheet SDS that is applicable emergency response plans or other relevant literature is made quickly available to staff. അല്ലെ, നമ്മുടെ സേഫ്റ്റി ഡാറ്റ ഷീറ്റിലെ ഓരോ മെറ്റീരിയൽസും എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുമൂലം ഉണ്ടാകുന്ന റിസ്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഓരോ ഏരിയയും നമ്മൾ എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പഠിച്ചു അല്ലെ, എമർജൻസി റെസ്പോൺസ് പ്ലാൻ പഠിച്ചല്ലോ. ഓരോ ഏരിയാസിലേക്കും അനുയോജ്യമായിട്ടുള്ള എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ആണോ
അപ്പൊ എന്താണ് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം അല്ലെ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യാമെന്ന് കാണിക്കുന്ന എമർജൻസി റെസ്പോൺസ് പ്ലാന്, കൂടാതെ മറ്റ് റെലവന്റ് അല്ലെ പ്രസക്തമായിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് എന്താണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അവിടെ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളുടെയും അല്ലെ മെറ്റീരിയൽസിന്റെയും അപകട സാധ്യതകളെ കുറിച്ചും അത് നമുക്ക് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ കാണിക്കുന്ന സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. കൂടാതെ എന്താണ് എമർജൻസി റെസ്പോൺസ് പ്ലാൻ അല്ലെ, നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാമെന്ന് കാണിക്കുന്ന എമർജൻസി റെസ്പോൺസ് പ്ലാന്, കൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കാണിക്കുന്ന റെലവന്റ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന തരത്തിലാണോ അതിന്റെ അവൈലബിലിറ്റി എന്ന് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് provide staff and visitors with the necessary personal protective equipment, PPE kits. PPE അല്ലെ എന്താണ് നമ്മുടെ സ്റ്റാഫുകൾക്കും നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ സോഴ്സസ് അല്ലെങ്കിൽ വാൽവുകളൊക്കെ പരിശോധിക്കാൻ വരുന്ന റിപ്പയറിങ്ങിന് വരുന്ന ആളുകളോ അങ്ങനെയുള്ള വിസിറ്റേഴ്സിനൊക്കെ എന്ത് കൊടുക്കാന്ന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ നൽകുക. പ്രൊവൈഡ് ആഫ്റ്റർ സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് അല്ലെ എന്താണ് നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്ത് നൽകുക? സൂപ്പർവിഷൻ അല്ലെ മേൽനോട്ടം നൽകുക. സ്റ്റാഫ് എന്നാണോ സ്റ്റാൾ എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? സ്റ്റാഫ് എന്നാണോ സ്റ്റാൾ എന്നാണോ? സ്റ്റാൾ എന്നാണ് അല്ലെ, സ്റ്റാഫ് എന്നാക്കാം കേട്ടോ, സ്റ്റാഫ് എന്നാക്കി സ്റ്റാഫ് എന്നാണ് അല്ലെ. രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് അല്ലെ, സ്റ്റാഫ് എന്നാക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ജീവനക്കാർക്ക് ഉചിതമായിട്ടുള്ള അല്ലെ നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സൂപ്പർവിഷൻ നൽകുക. നെക്സ്റ്റ് പറയുന്നത് ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gas. എന്താണ് നമ്മുടെ ജീവനക്കാർക്കും കൂടാതെ വിസിറ്റേഴ്സിനും എന്താണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അല്ലെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ഇപ്പൊ നമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ പാലിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഹാൻഡിലിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റെഗുലേറ്റേഴ്സ് ഘടിപ്പിക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെന്താണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സുമായി സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ PPE കിറ്റുകൾ ധരിക്കുക അല്ലെ, അതൊക്കെ എന്താണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, സുരക്ഷാ ചട്ടങ്ങളാണോ, നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ ചട്ടങ്ങളാണോ PPE കിറ്റുകൾ ധരിക്കുക അല്ലെ. റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് മാറ്റുക അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുക, വാൽവ് ക്യാപ്പുകൾ ഇടുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ആരോഗ്യ അല്ലെ, തൊഴിൽ ആരോഗ്യ ഹെൽത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് അവർ പാലിക്കുന്നുണ്ടോ, സ്റ്റാഫുകളും വിസിറ്റേഴ്സും പാലിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ സൂപ്പർവൈസർ ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് investigate reported incident to determine the cause and to develop apt preventive measure to listen recurrence അല്ലെ. എന്താണ് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ.
ചിലപ്പോ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചില ഏരിയാസിൽ എന്താണ് ചിലപ്പോ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് മാറിപ്പോയിട്ടിരിക്കാം. പല ഇൻസിഡന്റുകളും സംഭവിച്ചിട്ടുണ്ടാവാലോ. ആണോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയല്ലേ, അത് രേഖപ്പെടുത്തണം അല്ലേ. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുകയും കൂടാതെ എന്ത് ചെയ്യണം, അത് പിന്നീട് നടക്കാതിരിക്കാൻ അല്ലെ, പിന്നീട് ആ ഒരു പ്രശ്നം വരാതിരിക്കുന്നതിനുള്ള ഉചിതമായ നടപടിക്രമങ്ങൾ, പ്രിവെന്റീവ് മെഷേഴ്സ് സ്വീകരിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീക്കേജോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മുടെ സൂപ്പർവൈസർ സ്വീകരിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് keep up to record relating to the handling and use of compressed gases. That includes an up-to-date inventory, training records and reported incidents. എന്താണ് നമ്മുടെ സൂപ്പർവൈസർ നമ്മുടെ കംപ്രസ്ഡ് ഗ്യാസസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും എന്താണ് സൂക്ഷിക്കുക അല്ലെ. എന്താണ് അപ് ടു ഡേറ്റ് ഇൻവെന്ററി, എന്താണ് ഗ്യാസുകൾ എന്താണ് നമുക്ക് അപ് ടു ഡേറ്റ്, ചിലപ്പോ എന്താണ് പുതിയത് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ല എന്താണ് ചിലപ്പോ നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെ, ഗ്യാസ് സിലിണ്ടേഴ്സും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവരുടെ ഇൻവെന്ററി അപ് ടു ഡേറ്റ് ചെയ്തോണ്ടിരിക്കണോ. ചിലപ്പോ ഇപ്പൊ 15 ഓർഡർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 50 ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. ചിലപ്പോ അവരുടെ എന്താണ് 20 ഗ്യാസ് സിലിണ്ടർ എംപ്റ്റി ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി അവർ അപ് ടു ഡേറ്റ് ചെയ്യണ്ടേ, പർച്ചേസ് ചെയ്യുന്നതും തീർന്നു പോകുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇൻവെന്ററി സ്റ്റോക്കുകൾ അവരെ അപ് ടു ഡേറ്റ് ചെയ്യുകയും ട്രെയിനിങ് അല്ലെ, നമ്മ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ നൽകുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് റെക്കോർഡ്സുകൾ കൂടാതെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ട് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? അതായത് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും ആര് സൂക്ഷിക്കണം, നമ്മുടെ സൂപ്പർവൈസർ സൂക്ഷിക്കുക. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അപ് ടു ഡേറ്റ് ഇൻവെന്ററി അല്ലെ, അവരുടെ സ്റ്റോക്കുകളെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളിലുള്ള റെക്കോർഡ്സുകൾ പെടുന്നുണ്ട്, സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സുകളുണ്ട്, കൂടാതെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റുകളെ കുറിച്ചുള്ള റെക്കോർഡ്സുകളും അവർ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സിമ്പിൾ അല്ലേ, മനസ്സിലാവുന്നില്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ആണോ? സിമ്പിൾ ആണോ? എന്താണ് ശ്രീലക്ഷ്മി, ഒരു മൂളല് മാത്രമുള്ള ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. മാനിഫോൾഡ് സിസ്റ്റം അല്ലെ, ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ അല്ലെ. നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ക്വസ്റ്റ്യൻ മിസ് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, കുറെ അടയാളപ്പെട്ടിരുന്നില്ലേ, SDS ഒക്കെ ചോദിക്കാം, ഈ ആപ്പ് ചോദിക്കാം, പിന്നെ റെഗുലേറ്റേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പൊ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് കേട്ടോ മിസ് പറഞ്ഞിരുന്നത്. പിന്നെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി മാനിഫോൾഡ് ഓപ്പറേറ്റർ അല്ലേ, നമ്മൾ പറഞ്ഞ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സസ് അല്ലേ. അപ്പൊ ആ ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് അല്ലെ എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത്, ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all cylinders in the manifold rooms are okay അല്ലേ. ആൾ എന്ത് ചെയ്യണമെന്ന്, ആദ്യം രാവിലെ തന്നെ മോർണിംഗ് തന്നെ ആൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, നമ്മുടെ മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടേഴ്സും പ്രവർത്തനക്ഷമമല്ലേ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ.
ഒക്കെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഒക്കെയാണോ അല്ലെ, പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് he will open the number of cylinders to ensure the correct pressure in the pipeline. അല്ലെ, എന്താണ് ആൾ എന്ത് ചെയ്യണമെന്ന്, ആ ഒരു പൈപ്പ് ലൈനിൽ കൂടി വരുന്ന ആ ഒരു ഗ്യാസിന്റെ പ്രഷർ എന്താണ് ശരിയായ രീതിയിലല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? പൈപ്പ് ലൈനിൽ കൂടി നമ്മൾ പറഞ്ഞു അല്ലെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഔട്ട്ലെറ്റുകളിലേക്ക് എക്യുപ്മെന്റുകളിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യുന്നത്? പൈപ്പ് ലൈൻ വഴിയാണ് അല്ലെ. അപ്പൊ ആ പൈപ്പ് ലൈനിൽ കൂടി ഗ്യാസുകളുടെ ആ ഫ്ലോയിലുള്ള ആ ഒരു പ്രഷർ കറക്റ്റ് ആണോ എന്ന് നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു മാനിഫോൾഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ആദ്യം ഒരു സൈഡിൽ നിന്നുള്ള ഗ്യാസുകളാണ് അല്ലെ സപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സൈഡിൽ തീർന്നു കഴിയുമ്പോഴാണ് അല്ലെ നെക്സ്റ്റ് സൈഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. ഓർമ്മയുണ്ടോ അതൊക്കെ? പിക്ചറൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ആദ്യം ലെഫ്റ്റ് ഓർ റൈറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നിങ്ങളാണ് he will be using cylinders from one side of the manifold cylinders bank. എന്താണ് ആള് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മാനിഫോൾഡ് സിലിണ്ടേഴ്സിന്റെ ആ ഒരു ബാങ്കിലെ ഫസ്റ്റ് സൈഡ് അല്ലെ, വൺ സൈഡിൽ നിന്നുള്ള ഗ്യാസുകൾ ആദ്യം എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. റൈറ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്, ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള സിലിണ്ടേഴ്സിൽ നിന്നുള്ള ഗ്യാസുകൾ വിതരണം ചെയ്യുക, അതല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഗ്യാസുകൾ വിതരണം ചെയ്യുക. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സൈറ്റ് അല്ല കേട്ടോ, സൈഡാണ് കേട്ടോ, സൈഡാണ് കേട്ടോ. സൈറ്റ് തന്നെയാണ് അല്ലെ നിങ്ങളുടെ കിടക്കുന്നത്, സൈഡ് എന്നാണ്. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് the cylinders of the other side should be dispatched as soon as all the cylinders of the banks are empty. അല്ലെ, നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സൈഡിലെ എല്ലാ സിലിണ്ടേഴ്സും എംപ്റ്റി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, മറ്റ് അതർ സൈഡിൽ നിന്നുള്ള ഗ്യാസുകൾ വിതരണം ചെയ്യുക. ഓക്കെയാണോ? മറ്റേ സൈഡ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ സിലിണ്ടേഴ്സ് ഒക്കെ എംപ്റ്റി ആയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സിൽ നിന്ന് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഡിസ്പാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അയക്കുക എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് he will check all cylinders for leakage using soap water mixture. നേരത്തെ മിസ് പറഞ്ഞില്ലേ സോപ്പിന്റെ ലായനി ഉപയോഗിച്ച് അല്ലെ ആ ലീക്കേജ് നോക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സിലിണ്ടേഴ്സിന് എന്താണ് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ച് കണ്ടിട്ട് എന്ത് ചെയ്യുക, ആള് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ഓക്കെ അല്ലേ? he will ആരെങ്കിലും വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ലീക്കേജ്? ഉണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് he will maintain a stock of needed instrument with him in the manifold system. അല്ലെ, എന്താണ് ആള് നമ്മുടെ മാനിഫോൾഡ് റൂമില് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകള് നിലനിർത്താം അല്ലെ. ഇപ്പൊ മിസ് നമുക്ക് എടുത്തപ്പോ എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹോസ് പഠിച്ചു, ഗേജ് പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകൾ നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായി വരുന്ന ഇൻസ്ട്രുമെന്റുകൾ നമ്മുടെ മാനിഫോൾഡ് റൂമിൽ ഉണ്ടോ എന്താണ് നിലനിർത്തേണ്ടത്? ആരാണ്? നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഓക്കെ ആണോ? നമ്മ സെക്കൻഡറി എക്യുപ്മെന്റുകൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? റെഗുലേറ്റേഴ്സ് അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് എക്യുപ്മെന്റുകളാണ് അല്ലെ. അതിൽ ഹോസ് ഉണ്ട്, റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഗേജ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മറ്റ് ഇൻസ്ട്രുമെന്റുകൾ നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻസിന് വേണ്ടി ആവശ്യം വരുന്ന മറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ ആ ഒരു മാനിഫോൾഡ് റൂമിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മുടെ
ആരാണ് manifold operator ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് after checking the many room he has to take a round of the hospital to see all the outlets by him and to find out its exact function from staff appointed there. അല്ലെ എന്താണ് നമുക്കറിയാം നമ്മുടെ ഗ്യാസുകൾ നമ്മൾ എല്ലാ റൂംസിലേക്കും കൊടുക്കുന്നുണ്ട് അല്ലെ, വാർഡുകളില്, റൂംസില്, ഓപ്പറേഷൻ തിയേറ്റേഴ്സില്, വെന്റിലേറ്റേഴ്സില്, ആക്സിഡന്റ് ആൻഡ് എമർജൻസിയില് അല്ലെ എല്ലായിടത്തും നൽകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെനി റൂംസ് അല്ലെ ഒരുപാട് റൂംസുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ റൂംസുകളും ചെക്ക് ചെയ്യുക. കൂടാതെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന ഗ്യാസുകൾ വിതരണം ചെയ്യുന്ന ഔട്ട്ലെറ്റുകൾ പരിശോധിക്കുക. കൂടാതെ ഇങ്ങനെയുള്ള ഏരിയാസിൽ വർക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സ്റ്റാഫുകളുടെ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഓരോ റൂമില് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിന്റെ അവിടെയൊക്കെ നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകളിൽ നിന്ന് കൃത്യമായ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ manifold operator പരിശോധിക്കുക. നെക്സ്റ്റ് പറയുന്നത് he will repair or arrange to repair any deficiency in the outlet or in the pipeline that includes manifold room. അല്ലെ എന്താണ് നമ്മുടെ ഔട്ട്ലെറ്റുകളില് അല്ലെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈൻസില് അല്ലെങ്കിൽ നമ്മുടെ മാനിഫോൾഡ് റൂമിലൊക്കെ എന്തെങ്കിലും റിപ്പയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പ്രവർത്തന തകരാറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ അത് റിപ്പയർ ചെയ്യുക. ഓക്കെ ആണോ? നമ്മുടെ മെയിൻ മാനിഫോൾഡ് റൂം, അതായത് നമ്മുടെ സോഴ്സുകളിലോ അല്ലെങ്കിൽ പൈപ്പ് ലൈനില് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ അത് നന്നാക്കുകയോ അതല്ലെങ്കിൽ അത് പരിശോധിക്കുകയോ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് he will place order for refilling of the cylinders in consultation with the authorized officer. അല്ലെ അവിടുത്തെ ആ ഒരു ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ അംഗീകൃത ഉദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്തതിനു ശേഷം, അവരുമായി കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം സിലിണ്ടേഴ്സ് ഒക്കെ തീർന്ന സിലിണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഉപയോഗിച്ച് empty ആയ സിലിണ്ടേഴ്സ് ഉണ്ടാവും അല്ലെ, അപ്പൊ അത് റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡർ നൽകുക. ഓക്കെ ആണോ? അവിടുത്തെ ആ ഒരു ഓതറൈസ്ഡ് ഓഫീസർ, അംഗീകൃത ഓഫീസറുമായി സംസാരിച്ചതിന്, അവരുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം empty ആയിട്ടുള്ള സിലിണ്ടേഴ്സ് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് he will also look after of the nitrous cylinders in the operation theaters. If there is no central supply of this gas, he will also make sure that supply of oxygen in other areas without a central pipeline. എന്താണ് നമ്മുടെ നൈട്രസ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പൈപ്പ് ലൈനിൽ കൂടിയല്ല കൊടുക്കുന്നത്, എങ്ങനെയാണ് സിലിണ്ടറിലാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ പരിശോധിക്കുക. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള നൈട്രസ് സിലിണ്ടറിലെ ഗ്യാസ് ഉണ്ടോ, അത് empty ആയിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. കൂടാതെ നമ്മുടെ ഓക്സിജൻ എന്താണ് സെൻട്രൽ ലൈൻ പൈപ്പ് ലൈൻ വഴി ഇല്ലാത്ത ഏരിയാസിലേക്ക് ഓക്സിജന്റെ സപ്ലൈ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നൈട്രസ് സിലിണ്ടറിലാണ്, നൈട്രസ് എന്താണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സെൻട്രൽ സപ്ലൈ വഴിയല്ല നൽകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു നൈട്രസ് ഓക്സൈഡ് അവിടെ ഉണ്ടോ, അവിടുത്തെ ഗ്യാസ് സിലിണ്ടറിൽ നൈട്രസ് ഓക്സൈഡ് ഉണ്ടോ, തീരാറായിട്ടുണ്ടോ, ഇനി അവിടേക്ക് ആവശ്യമാണോ അല്ലെ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ സെൻട്രൽ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കൊടുക്കാത്ത ഏരിയാസിലേക്ക് ഓക്സിജൻ ഉണ്ടോ, അവിടുത്തെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടോ എന്നും നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്റർ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് he will also help OT technician in the maintenance of the Boyle's machine. അല്ലെ Boyle's machine കേട്ടിട്ടുണ്ടോ? അനസ്തേഷ്യ മെഷീൻ ആണ് അല്ലെ.
അനസ്തേഷ്യ മെഷീൻ ആണ്. ഓക്സിജന്റെയും നൈട്രസ് ഓക്സൈഡിന്റെയും ഒരു മിക്സ്ചർ ആണ് ബോയിൽസ് മെഷീനിലുള്ളത്. അപ്പൊ ആ ഒരു ബോയിൽസ് മെഷീന് എന്തെങ്കിലും മെയിൻ്റെനൻസ് അല്ലെ, എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ ടെക്നീഷ്യൻസിനെ സഹായിക്കും, ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യനെ സഹായിക്കുക. ഓക്കെ ആണോ? ബോയിൽസ് മെഷീനിൽ അനസ്തേഷ്യ കൊടുക്കുന്ന മെഷീനാണ്. അതിലെന്താണ് ബോയിൽസ് മെഷീനിൽ നമ്മുടെ ഓക്സിജന്റെയും നൈട്രസ് ഓക്സൈഡിന്റെയും ഒരു മിക്സ്ചർ ആണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബോയിൽസ് മെഷീൻ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യനെ സഹായിക്കുക. ഓക്കെ ആണോ? ബാക്കി രണ്ടെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട് അല്ലെ? നെക്സ്റ്റ് അടുത്ത മിസ്സിന്റെ കാണുന്നില്ല ശരിക്കും, മിസ് പറയാം കേട്ടോ. ഓൾട്ടറിങ് ദ വാർഡ് സിലിണ്ടേഴ്സ് ഈസ് ഓൾസോ ഹിസ് ഡ്യൂട്ടി അല്ലെ. നമ്മുടെ വാർഡിലെ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക, മാറ്റുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? നമ്മുടെ മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി തന്നെയാണ് അല്ലെ. തീരാറായ സിലിണ്ടേഴ്സ് മാറ്റി നിറവ് കുറ്റികൾ വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് മാറ്റങ്ങൾ നടത്തേണ്ടതും നമ്മുടെ manifold operator ആണ്. നെക്സ്റ്റ് പറയുന്നത് all the major problems are to be brought to the administrators soon അല്ലെ. എന്താണ് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രധാന പ്രശ്നങ്ങളും ഉടൻ തന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക? അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതും മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? വായിച്ചു നോക്കാം കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കയറുമ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് മിസ്സിന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.